ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പഴം വരട്ടി ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു പാചക രീതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് വരട്ടി വെച്ചിട്ടുള്ള പഴം വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. നമ്മളെല്ലാവരും പഴം അരച്ചൊക്കെ ചേർത്താണ് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അതും ഒരുപാട് പേരുടെ ക്വസ്റ്റ്യനും ഉണ്ട്, പഴം ചേർത്താൽ എത്ര നാളത്തേക്കാണ് ഉണ്ണിയപ്പം കേടാവാതെ ഇരിക്കുന്നതെന്നും. ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കുവാണെങ്കിൽ നമുക്കൊരു 10 ദിവസത്തേക്ക് ഒരു തരി പോലും കേടാവാതെ കഴിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പഴം അരച്ച് ചേർക്കുന്ന ഉണ്ണിയപ്പത്തിനേക്കാളും അപാര ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിന് നമുക്ക് കഴിക്കാനായിട്ടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ചേച്ചി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തരാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പഞ്ഞി പോലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം അളവിൽ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് ഉരുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പൊടി എടുത്ത് വെക്കണം. ഇനി ഒരു പാത്രം എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവിലാണ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഞാൻ ഈ അരിപ്പൊടിയെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഈ ഒരു ശർക്കരപ്പാനിയെ ചൂടോടുകൂടി തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ചൂടോടുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അരിപ്പൊടി ഒന്ന് വെന്തു പോവില്ലേ ചേച്ചി? ഒരു തരി പോലും വെന്തു പോകില്ല കൂട്ടുകാരെ. പകരം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ തിളച്ച ചൂടോടുകൂടി തന്നെ ഈ ഒരു പൊടിയിലേക്ക് ഒഴിക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം പിടിക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാവിനെ ഞാൻ ഇതേ ഒരു രീതിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിൽ കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 60 ഗ്രാം അളവിൽ മൈദപ്പൊടിയാണ്. പൊടിയും നമുക്ക് ഇതേ ഒരു പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 60 ഗ്രാം അളവിൽ തന്നെ ഗോതമ്പ് പൊടി ചേർക്കാം. കൂടെ തന്നെ 30 ഗ്രാം അളവിൽ റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു മാവിന്റെ കൂട്ട് വെച്ചിട്ട് നമുക്കൊരു 80 ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ സാധിക്കുക. ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് സാധാരണ പച്ചവെള്ളമാണ്. പച്ചവെള്ളം കൂടി ചേർത്ത് പൊടിയെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് നല്ല ലൂസാക്കി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും കണക്കാക്കുന്നത്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൊടിച്ച പൊടിയെടുത്തിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം നമുക്ക് ഉണ്ണിയപ്പത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല. അരിയെ 5 മണിക്കൂറോ 8 മണിക്കൂറോ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം പൊടിപ്പിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം വരട്ട് ചേർക്കുന്നത്. ഇത്രയും അളവിന് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് നിറയെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരട്ടിയ പഴവും കൂടി ചേർത്ത് നല്ലതുപോലെ മാവിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. വരട്ടിയ പഴം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. പഴം വരട്ടിയത് ചേർത്ത മാവിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ മാവ് ഇതേ ഒരു അയവിലാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. ശർക്കരപ്പാനിയുടെ കുത്തലൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ തന്നെ എള്ള് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു സ്വാദിനായിട്ട് ഏലക്കപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവിലേക്ക് ചേർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 80 ഉണ്ണിയപ്പമാണ് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്.
ഞാൻ ഈ മാവിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ പപ്പടം നനച്ച് കുതിർത്തിയതോ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. എങ്കിൽ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മാവിനെ പൊങ്ങാനൊന്നും വെച്ച് കൊടുക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മാവ് കോരി ഒഴിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവിനെ നമുക്ക് കലക്കിയെടുക്കേണ്ടതും. ഇനിയിപ്പോൾ നമ്മുടെ മാവൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് ഉടൻ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പം വറുത്തെടുക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഓരോ കുഴികളിലേക്കും മാവിനെ കോരിയൊഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മളിന്ന് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത എണ്ണ കൊണ്ട് നമ്മളിന്ന് കലക്കിയ മാവ് മുഴുവനും പൊരിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ മാവിന് ഓരോ കുഴികളിലേക്കും കോരി ഒഴിച്ചു കൊടുക്കുവാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വീർത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഞാനിന്ന് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം 4 രൂപയ്ക്കാണ് കേട്ടോ ഞാനിന്ന് വിൽക്കുന്നത്. അല്പം വലുതായിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഓരോ ആളുകളുടെ വരവും ചിലവൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ വില നിശ്ചയിക്കേണ്ടതും. ഇന്ന് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് തേങ്ങാക്കൊത്തൊന്നും തന്നെ വറുത്തിടുന്നില്ല. കാരണം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിന് അപാര ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കണം. നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ഏതൊരാൾക്കും ഇത് ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നല്ല രീതിയിൽ തന്നെ പുരോഗമനം ഉണ്ടാകുമെന്ന് ഞാൻ വാക്ക് തരുവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ പപ്പടം കുതിർത്തി ചേർത്തോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ താഴെ ഓരോരുത്തരും എന്നോട് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്ന കാര്യമാണ്, സോഡാപ്പൊടി ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ണിയപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന്. കൂട്ടുകാരെ, നല്ലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് സോഡാപ്പൊടിയുടെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല മുഴുമുഴുത്ത ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനിന്ന് തയ്യാറാക്കിയ ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്ക് 80 ഉണ്ണിയപ്പമാണ് തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഒരെണ്ണം പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ മുരിയിച്ചെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയും എൻ്റെ കൂട്ടുകാർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കണ്ട് ഇതേ ഒരു അളവുകൾ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. പെർഫെക്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യസന്ധമായ വീഡിയോസ് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഞാനിന്ന് തയ്യാറാക്കിയ ഈ ഒരു മുഴുത്ത ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിന് വില കുറച്ചുകൂടെ കുറയ്ക്കേണ്ടതുമാണ്. അതുപോലെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് മറ്റൊരാളുടെ ആവശ്യവുമില്ല. നമുക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തൊഴിലാണ് കേട്ടോ. ഓരോ നാട്ടിലും പല രീതിയിലാണ് ബിസിനസ് നടക്കുക. പുറത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് മുഷിയുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബിസിനസ്സൊക്കെ തുടങ്ങേണ്ടതെന്ന് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് കൂട്ടുകാരെ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനത് പറഞ്ഞു തരുന്നതാണ്. വീഡിയോയിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതാണ്. ഓരോ ആളുകളും നമ്മുടെ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്തു പോകുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന വീഡിയോ അവിടെ ചത്തുപോകുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഞാനിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പാക്ക് ചെയ്ത് കൂടി എടുക്കണം. എന്തു ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല മുഴുമുഴുത്ത ഉണ്ണിയപ്പം. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ അറിയിട്ട് നമുക്ക് പാക്ക് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റിൽ 20 എണ്ണം വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 പാക്കറ്റ് മാത്രം മതിയാകും. ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് ഇതേ ഒരു അളവിലുള്ള കവറാണ്. ഇത് ഞാനിവിടെ എറണാകുളത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ വില 120 രൂപയാണ്. ഇതൊരു 50 കവറാണ് കേട്ടോ നമുക്കുണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കവറ് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഉരുക്കിയെടുക്കേണ്ടെന്ന ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം അല്പം ചെറുതായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു കവറിന്റെ സൈസ് ചെറുതായിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിനെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർഡർ തന്നിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഈ ഒരു പാക്കറ്റ് അങ്ങ് എടുത്തു കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ഈ ഒരു തൊഴിലുകൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകുന്നതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയുടെ കുറച്ച് ആത്മാർത്ഥതയും കുറച്ച് മനസ്സിൻ്റെ ധൈര്യവും മാത്രം മതിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് ജീവിത വിജയം മെച്ചപ്പെടുത്തുവാൻ സഹായകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ സന്തോഷിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.